ക്യാമറ മുംബൈയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. യു എക്സ്പ്ലോർ വിത്തിൻ യുവർ സെൽഫ്. അവനവനെ തന്നെ അവനവൻ്റെ ടാലൻറ്റും എന്താണോ ആർട്ട് അതിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റും എല്ലാ ഒരു ഫ്ലേവറും എല്ലാം കൂടെ ഒത്തൊരു സാധനം ഉണ്ടാവും. അതാണ് തങ്ങൾ ഒരാള്. ദാറ്റ് ഈസ് യുവർ ഐഡന്റിറ്റി. അപ്പോൾ അത് വെൻ യു എക്സ്പ്ലോർ ഇറ്റ് മോർ അത് വേറെ ആവും. ദാറ്റ് വിൽ ബി ഡിഫറെന്റ് ഫ്രം യു. എല്ലായിടത്തുനിന്നും ഡിഫറെന്റ് ആവും. ആൻഡ് ദാറ്റ് ഈസ് യൂണിക്നെസ്. സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ അവനവൻ്റെ ആർട്ടിൽ തന്നെ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ യു വിൽ ക്രിയേറ്റ് സംതിങ് ആൻഡ് ദാറ്റ് ഈസ് സംതിങ് ഓഫ് കോഴ്സ് ഡിഫറെന്റ് ദാൻ അതേഴ്സ്. അപ്പൊ അതെന്തായാലും യൂണിക് ആവുമല്ലോ. ക്രിയേറ്റിവിറ്റിയാണ് നമ്മളുടെ സ്ട്രീറ്റ് ഓഫ് ക്ലാസിക്കൽ. അതെ അല്ലേ? അതെ. എന്താണ് സ്ട്രീറ്റ് ഓഫ് ക്ലാസിക്കൽ? ഒരു ഫ്യൂഷനാണ്. ഇറ്റ്സ് എ ഫ്യൂഷൻ ഓഫ് ടു സ്റ്റൈൽസ്, ഭരതനാട്യം ആൻഡ് ഹിപ്പ് ഹോപ്പ്. ഇൻ ദ ബിഗിനിങ് ഞാൻ തുടങ്ങിയത് രണ്ട് സ്റ്റൈലിൻ്റെ ഫ്യൂഷനായിട്ട് തന്നെയാണ്. ഒരു മൂവ്മെൻറ്റ് ഫ്യൂസ് ചെയ്ത് ഇറ്റ് യൂസ് ടു എക്സൈറ്റ് മീ. ഞാനത് ഇങ്ങനെ ചെറുപ്പം തൊട്ട് ഐ വാസ് ഈദർ എ ഭരതനാട്യം ഡാൻസർ ഇല്ലെങ്കിൽ ഒരു ഹിപ്പ് ഹോപ്പ്. എവിടെയും ഞാൻ മര്യാദയ്ക്ക് ഐ കുഡൻറ്റ് സെറ്റിൽ എനിവെയർ. അപ്പോൾ ദിസ് ഈസ് എ ലാംഗ്വേജ് ദാറ്റ് ഐ ക്രിയേറ്റഡ് ബൈ മൈ ഓൺ ആൻഡ് ഒരു വേ ഓഫ് മൈ എക്സ്പ്രഷൻ. ഞാൻ എന്താ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ഇതിലൂടെ എക്സ്പ്രസ് ചെയ്യണു. അപ്പം അങ്ങനെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തതാണ്. ദിസ് ഈസ് ആൻ ഐഡിയ, എ സ്പേസ് വെർ യു ക്യാൻ ബി യു. ഇപ്പോൾ ബേസിക്കലി ദ സ്പേസ് ഇസ് ക്രിയേറ്റഡ് ബിക്കോസ് ആർ ജനറേഷൻ, ഞങ്ങളുടെ ജനറേഷൻ, ഞങ്ങൾ ഓർത്തഡോക്സും അല്ല, ഭയങ്കര കംപ്ലീറ്റ്ലി ട്രഡീഷനും അല്ല, കംപ്ലീറ്റ് വെസ്റ്റേൺ കൾച്ചറും അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാത്തിന്റെ ഒരു മിഡിലാണ് ഞങ്ങൾ. ഒരു പിടുത്തമില്ല ലൈഫിൽ എന്തെന്നാ നടക്കണത്. സോ ദിസ് ഇസ് എ സ്പേസ് വേർ യു ക്യാൻ ബി. അതെ, ഞങ്ങൾക്ക് ഒരു പിടുത്തമില്ല എന്താന്ന്. അപ്പോ ഇതൊരു സ്പേസാ ടു ബി കൺഫ്യൂസ്ഡ്. ബി കൺഫ്യൂസ്ഡ് ആസ് യു വോണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്തോ. അത് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ ഇത് എന്താന്ന് വെച്ചാൽ. ബട്ട് ക്രിയേറ്റ് യുവർ ഓൺ ഐഡന്റിറ്റി ദെയർ ആൻഡ് ബി കോൺഫിഡൻറ്റ് അബൌട്ട് ഇറ്റ്, ബി പ്രൗഡ് ഓഫ് ഇറ്റ്. ദാറ്റ്സ് എ സ്പേസ്. സോ ഞാൻ അതിനൊരു പേര്, ആ സ്പേസിന് പേരിട്ടേക്കുന്നതാണ് സ്ട്രീറ്റ് ഓ ക്ലാസിക്കൽ. ചെയ്ത് കഴിയുമ്പോൾ റെസ്പോണ്ട് വന്നിട്ടുണ്ടല്ലോ, അതെങ്ങനെയാണ്? അപ്പോൾ ഇത് ക്രിയേറ്റ് ആയതെന്ന് പറഞ്ഞാൽ ഞാൻ കുറേ നാളായിട്ട് ഈ ഓരോ ഡാൻസ് കളിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫ്യൂഷൻ ചെയ്യണ്ടായിരുന്നു. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ക്രൂ ജോയിൻ ചെയ്തു. ക്രൂ ജോയിൻ ചെയ്തപ്പോൾ സാർ പറഞ്ഞു ഒരു കൊറിയോഗ്രഫി ചെയ്തോളാൻ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ചെയ്തപ്പോൾ വന്നൊരു കൊറിയോഗ്രഫിയാണ് ഈ ഫ്യൂഷൻ. അപ്പോഴാണ് എനിക്ക് റിയലൈസ് ചെയ്തത് ഇതാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ കോമ്പറ്റീഷൻസിന് പോയി തുടങ്ങി. അപ്പോൾ കോമ്പറ്റീഷൻസിന് പോയപ്പോൾ എനിക്ക് ആ ഒരു ജാക്ക് കിട്ടി എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റും കൂടി. എനിക്ക് മനസ്സിലായി ഒരു പുതിയൊരു വഴി കിട്ടി. അപ്പോൾ ഇറ്റ് എക്സൈറ്റഡ് മീ വെരി മച്ച്. അപ്പൊ ഞാൻ അങ്ങനെ തുടങ്ങി. പിന്നെ ഓരോ കോമ്പറ്റീഷൻസ് ഒക്കെ പോയി. കോമ്പറ്റീഷൻസ് പോയിട്ട് നല്ല റിയാക്ഷൻ ആയിരുന്നു. കോമ്പറ്റീഷൻസ് പോയി തുടങ്ങിയപ്പോൾ ആൾക്കാർക്ക് വളരെ ഇഷ്ടമായി തുടങ്ങി. അപ്പം എല്ലായിടത്തും ഞാനിങ്ങനെ ഒരു പുതിയൊരു കുട്ടി വന്നിട്ടുണ്ട് ഫ്യൂഷൻ ചെയ്യണത്, അങ്ങനെ ഞാൻ അറിഞ്ഞു തുടങ്ങി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് എല്ലാ കോമ്പറ്റീഷനും എത്തുമ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു തുടങ്ങും. അപ്പം അങ്ങനെ ഞാൻ കുറേ നാൾ കോമ്പറ്റീഷൻ മാത്രം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഐ വെന്റ് ടു റിയാലിറ്റി ഷോസ്. ഈ സ്റ്റൈലും അങ്ങനെ കൊണ്ടുപോയിട്ട് ഞാൻ അപ്പം തന്നെ എനിക്ക് DIDയിൽ സെലക്ട് ആയി. DID സീസൺ 6 ഞാൻ കണ്ടസ്റ്റന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ട്രെയിൻ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഡാൻസ് പ്ലസ് ട്രൈ ചെയ്തു. ഡാൻസ് പ്ലസ് എന്തോ കാരണവശാൽ കിട്ടിയില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇന്ത്യാസ് ബെസ്റ്റ് ഡാൻസർ കിട്ടി. അപ്പൊ അങ്ങനെ ഫൈനലി എനിക്ക് ഡ്രീമിലേക്ക് വന്നെത്തി. നാഷണൽ ചാനലിൽ വരണം എന്നുള്ള ആ ഡ്രീമിലേക്ക് എത്തി. വീണ്ടും കേരളത്തിലേക്ക് വരുന്നു. അപ്പം അമൃത TV, സി കേരള, പിന്നെ മഴവിൽ മനോരമ അല്ലേ, അങ്ങനെ കുറേ ചാനലിൽ വന്നിട്ട് നമ്മൾ പെർഫോം ചെയ്തിട്ടുണ്ട്. ഒന്ന് പറയുമോ അതിൻ്റെ അനുഭവങ്ങളൊക്കെ?
കേരളത്തിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പൊക്കെ എനിക്കൊന്നും അറിയില്ലായിരുന്നു, എൻ്റെ ഫാമിലിക്കും ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു പെർഫോം ചെയ്തത് കേരളത്തിലാണ്, അത് കഴിഞ്ഞിട്ടാണോ? ഇല്ല, ഞാൻ ആദ്യം ഓഡീഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് DIL, പക്ഷെ എൻ്റെ ആദ്യത്തെ റിയാലിറ്റി ഷോ കേരളത്തിലാണ്, സൂപ്പർ ഡാൻസർ ചാപ്റ്റർ 7. അന്ന് ശരിക്കും എനിക്ക് ആ ഫാമിലിക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഒരു പിടുത്തമില്ല എന്തെന്നാണ് റിയാലിറ്റി ഷോ, ഒരു ഐഡിയ ഇല്ല. അപ്പൊ അങ്ങനെ പോയി തുടങ്ങിയതാണ് ഞങ്ങളുടെ ജേർണി. സൂപ്പർ ഡാൻസർ ചാപ്റ്റർ 7 തുടങ്ങിയിട്ട് പിന്നെ D4 ഡാൻസ് 2. D4 പോകുമ്പോൾ എനിക്ക് വളരെ വിഷമം ഉണ്ടായിരുന്നു. ഐ കുഡൻ റീച്ച് ഫാർ, ലൈക്ക് ഐ മീൻ ഫിനാലെ വരെ എത്താൻ പറ്റിയില്ല, അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും എനിക്കൊരു ചാലഞ്ചായിരുന്നു. ആഫ്റ്റർ 4 years ഐ ഹാവ് ഓൾവേസ് ലൈക്ക് എപ്പോഴും ഡ്രീം ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു റെസ്പോൺസ് കിട്ടാൻ, വിച്ച് ഈസ് D5 നടക്കുന്നത്, വിച്ച് വാസ് ലൈക്ക് a dream come true to me, so I'm really grateful for that. Thank you. Season 2 അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തിരിച്ചിവിടെ വന്ന് പിന്നെ എനിക്കൊരു ആസ് എ മെൻറ്റർ അവിടെ ഫിനാലയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി എനിക്ക് സീ കേരളയിലേക്ക് വിളിച്ചു. അങ്ങനെ കുറേ മെമ്മറീസ് ആയിട്ടാണ് തിരിച്ചു വന്നത്. കേരളത്തിൽ നിന്ന് കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട്, എങ്ങനെ അവനോനെല്ലാം മാനേജ് ചെയ്യും. കാരണം അവിടെ എല്ലാത്തിൻ്റെയും ഐ മീൻ എല്ലാം ഓർഗനൈസ് ചെയ്യണത് ഞങ്ങൾ തന്നെ. ഏത് കൊറിയോഗ്രാഫർ വേണം, ഏത് ആക്ട് വേണം, ഏത് കോസ്റ്റ്യൂമാണ്, ഐ മീൻ എല്ലാത്തിനും ഞങ്ങളുടെ എക്സ്പെൻസസ് ആണ്. അപ്പോൾ എല്ലാം മുക്കും മൂലം മനസ്സിലായി കേരളത്തിൽ നിന്ന് ഷോ ചെയ്തപ്പോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോ എല്ലാം അവരാണ് ഹാൻഡിൽ ചെയ്യണേ, നമുക്ക് വെറുതെ ഡാൻസ് കളിച്ചാൽ മതി. അതെ, പക്ഷെ അറ്റ് ദ സെയിം ടൈം അത് നല്ല ഗുണമായി. കാരണം ഡീറ്റെയിലി നമുക്ക് അറിയാം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണേ. ഫുള്ള് ചെയ്യണമെങ്കിലും ചെയ്യാനുള്ള കെൽപ്പുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോ. അപ്പൊ ആ സാധനങ്ങളൊക്കെയാണ് കേരളത്തിൽ നിന്ന് പഠിച്ചു വന്നത്. അതെ. March 8th അത് ശ്വേത ബർത്ത്ഡേ ആയിട്ടാണോ വുമൻസ് ഡേ ആയിട്ടാണോ എങ്ങനെയാണ് സെലിബ്രേഷൻ ചെയ്യുന്നത്? അതൊരു വലിയ കൺഫ്യൂഷനാ ചെറുപ്പം തൊട്ടുള്ളത്. വുമൻസ് ഡേ അതേ ദിവസമായ കാരണം എനിക്ക് ഐ ഫീൽ വെരി പ്രൗഡ് ടു ബി ടു ഹാവ് എ ബർത്ത്ഡേ ഓൺ ദാറ്റ് ഡേ. ബിക്കോസ് പണ്ടറിയില്ലായിരുന്നു ഇത് എന്താണെന്ന്. നൗ അതെ അല്ല, ഇപ്പൊ ഇത്തിരി കൂടെ അറിവ് വെച്ചപ്പോൾ വിമൻസ് ഡേ എന്താണ് എന്ന് മനസ്സിലായി. അപ്പൊ ആ ഒരു പ്രൗഡ് ഫീലിംഗും ഉണ്ടാവും ആ ദിവസം, എക്സ്ട്രാ ഇത്തിരി ബർത്ത്ഡേ അല്ലാതെ. ലൈക്ക് ഞാൻ ഒരു സമയം കഴിഞ്ഞ പിന്നെ അങ്ങനെ സോഷ്യൽ വർക്ക് കുറെ ചെയ്യുന്നൊന്നുമല്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യുക. അപ്പൊ 2018 ആണെന്ന് 18ാമത്തെ ബർത്ത്ഡേക്ക് ഞാൻ മുടി ക്യാൻസർ പേഷ്യന്റിന് ഡൊണേറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരു ഒത്തിരി സന്തോഷം കിട്ടും. ബർത്ത്ഡേക്ക് സംതിങ് അതർ ദാൻ ജസ്റ്റ് കേക്ക് കട്ടിങ് ആൻഡ് ഫ്രണ്ട്സ്. അങ്ങനെയല്ല. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രാവശ്യം രാജസ്ഥാനില് but I'm so frustrated. Hello to my loneliness. I guess that ignorance is bliss. Take me back to before the noon. Rewind, take it out of cue. Innocence can be a young man's game. Signed up for the hall of shame. I wish I knew how much I miss. മന്ഥൻ കോട്രി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു മന്ഥൻ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ നടത്തുന്ന ഒരു സ്കൂളുണ്ട്. അപ്പോൾ അവിടെ എൻ്റെ ഒരു ചേച്ചി, അച്ഛൻ്റെ അനിയത്തിയുടെ മോള് ഹൃദ്യ ജയറാം, ഷീ യൂസ് ടു ബി എ ടീച്ചർ ദെയർ. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ ബർത്ത്ഡേ അവിടെ പെൺകുട്ടികളുടെ കൂടെ ചെയ്തിട്ടുണ്ട്. അവരെ ഡാൻസ് പഠിപ്പിച്ച് അങ്ങനെ ഫുള്ള് നാട്ടിലൊരു സ്ഥലത്താ, കംപ്ലീറ്റ്ലി ഓർത്തഡോക്സ് പിള്ളേർ, അങ്ങനെ ഡാൻസ് ഒന്നും അറിയില്ല അവർക്ക്. അങ്ങനെ അവരെയൊക്കെ വർക്ക്ഷോപ്പ് എടുത്ത്
അങ്ങനെ എൻ്റെ ഒരു ബർത്ത്ഡേ അവിടെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. അപ്പൊ ഐ ഓൾവേസ് ട്രൈ അങ്ങനെ ബർത്ത്ഡേ സമയത്ത് എന്തെങ്കിലും സംതിങ് ദാറ്റ് ഈസ് ഡിഫറെന്റ്. പിന്നെ വുമൻസ് ഡേയും കൂടെ ആവുമ്പോൾ ഒന്നും കൂടെ ഒരു മീനിങ് ഉണ്ടാവും അതിന്. ജസ്റ്റ് ദാൻ എ ബർത്ത്ഡേ തിങ്, ഒരു മീനിങ്ങും കൂടെ ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാവാറുണ്ട് എപ്പോഴും. സദയുടെ അച്ഛനും അമ്മയ്ക്കും നമസ്കാരം. ഇൻസ്റ്റന്റെ സ്റ്റോറിയിൽ പറഞ്ഞ പോലെ അമ്മ നൃത്തം പഠിപ്പിച്ചു, അച്ഛൻ നർത്തകിയാക്കി കേട്ടിട്ടുണ്ട്. അത് ഇങ്ങനെ സംഭവിച്ചു പോയൊരു കാര്യമാണ്. അമ്മ ഡാൻസ് പഠിപ്പിച്ചു, അവൾക്കുള്ള അവസരങ്ങൾ അന്വേഷിക്കുക, അവിടെയൊക്കെ എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമായിരുന്നു എനിക്ക്, അല്ലെങ്കിൽ ഒരു നിയോഗമായിരുന്നു എനിക്ക് ദൈവം തന്നിരുന്നത്. എന്തോ ഭാഗ്യത്തിന് അങ്ങനെയുള്ള അവസരങ്ങൾ കണ്ടെത്താനും അവിടെയൊക്കെ കൃത്യസമയത്ത് കൊണ്ടുപോകാനും അവളുടെ പെർഫോമൻസ് ഭംഗിയായി നടത്താനൊക്കെ കഴിഞ്ഞു. അതുകൊണ്ടായിരിക്കണം അവളത് ഓർത്ത് പറഞ്ഞപ്പോൾ ആ വരികളിൽ അതാണ് എന്നാണ് എനിക്ക് മനസ്സിലാവണത്. എവിടെയൊക്കെ എത്തിക്കാൻ പറ്റുമോ അന്നത്തെ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, ഞങ്ങളുടെ സൗകര്യങ്ങളനുസരിച്ച് എവിടെയൊക്കെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാനും അവാർഡുകൾ നേടാനും ഒക്കെ അവൾക്ക് കഴിഞ്ഞു. അതിൻ്റെ ഒരു രത്നച്ചുരുക്കാണ് ആ വാക്കുകൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ ആ എഫർട്ട്, ശ്രമങ്ങൾ, അതൊക്കെയാണ് അതിൻ്റെ രത്നച്ചുരുക്കാണ് ആ വരികളിൽ, ആ വാക്കുകളിലും വരികളിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഞങ്ങൾക്കൊരു ഭാഗ്യമാണ്. ഞങ്ങൾക്ക് ആ ഒരു ഭാഗം അന്വേഷിക്കേണ്ടേ വന്നിട്ടില്ല. ഞാനിപ്പോൾ പഠിപ്പിക്കുക, ഞങ്ങൾ രണ്ടാളും പഠിപ്പിക്കലും ഒക്കെ ആയിട്ട് ഒരു സൈഡിൽ പോയാൽ ബാക്കി ഓപ്പർച്യൂണിറ്റി എല്ലാം ഏട്ടൻ നോക്കിക്കോളും. അതിൻ്റെ ട്രാവൽ എല്ലാം അവർ രണ്ടാളും കൂടെ ഒരു സ്ഥലത്തിരുന്ന് ചെയ്തോളും. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു ഭാഗം തന്നെ ഞങ്ങൾക്ക് ടെൻഷനേ ഉണ്ടായിരുന്നില്ല. പാട്ടിൻ്റെ കാര്യമൊക്കെയാണെങ്കിൽ മോൻ നോക്കിക്കോളും, ട്രാവലിങ്ങും അതിൻ്റെ ഓപ്പർച്യൂണിറ്റി എല്ലാം ചേട്ടൻ നോക്കിക്കോളും. എവിടെ പോയാലും ഞങ്ങൾ 4 ആളും കൂടെ പോവാം. അതിൻ്റെ ഒരു സന്തോഷം വേറെയാണ്. സാമ്പത്തികം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ എന്നാലും 4 പേരും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾ ഈ യാത്രകൾ എൻജോയ് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ ഓരോ ജില്ലാസ്ഥാനങ്ങളിലും ട്രെയിൻ നിൽക്കുമ്പോൾ അവിടുത്തെ വെള്ളം രുചിച്ചു നോക്കും. ഓരോ സ്ഥലത്തും കിട്ടുന്ന ഫുഡ്, റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ കിട്ടുന്ന ഫുഡ് മേടിച്ചു നോക്കും. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഡാൻസും മത്സരങ്ങൾക്ക് പോകുമ്പോൾ ശ്വേതയ്ക്ക് എപ്പോഴും റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാറുണ്ട്. ഐസ്ക്രീം മേടിച്ചു കൊടുക്കില്ല, പകരം തിരിച്ചു വരുമ്പോൾ കിട്ടുന്ന സ്റ്റേഷനിൽ നിന്നൊക്കെ മേടിച്ചു കൊടുക്കും നിങ്ങൾ. അങ്ങനെയാണ് അത് കോമ്പൻസേറ്റ് ചെയ്തത്. കോമ്പറ്റീഷൻ കഴിയുന്നവരെ വരെ ഭയങ്കര കെയറാണ്. ഒരു ഹൈ ഹീൽ ചപ്പൽ ഇടാൻ സമ്മതിക്കില്ല. ഞാനും മറിഞ്ഞു വീണാലോ അവര് ഫുഡ് പുറത്തുനിന്ന് മേടിക്കല് ഒന്നും വേണ്ടാന്ന് പറയും. അത് പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എന്ത് വേണേലും ആവാം. ആ ഒരു ഇതില് അവളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പോകുമ്പോ ഒന്നും ചോദിക്കില്ല, പറയില്ല. തിരിച്ചു വരുമ്പോ അല്ല, തിരിച്ചു വരുമ്പോ കിട്ടുന്നുള്ള പ്രതീക്ഷയുള്ളതുകൊണ്ട് അവൾ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ സമ്മതിക്കും. മനസ്സിലെ മനസ്സോടെ ആണെങ്കിലും ഒക്കെ സമ്മതിക്കാം. അതെങ്ങനെയാന്ന് വെച്ചാല് എപ്പോഴും ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് അവരുടേതായ റിസർവേഷൻസ് ഉണ്ടാവും. ശ്വേതയ്ക്ക് കിട്ടിയൊരു ഭാഗ്യം ശരിക്കും പറഞ്ഞാൽ അമ്മ തന്നെ ഗുരു. അപ്പൊ അമ്മയ്ക്ക് ശ്വേതയുടെ പ്ലസ് പോയിന്റുകൾ എന്താ, അതുവരെയുള്ള ലിമിറ്റേഷൻസ് എന്താണെന്നറിയാം. അപ്പൊ അത് എവിടെയൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത് ഗുരു എന്നുള്ളത് എനിക്ക് അമ്മയ്ക്ക് അറിയാം എന്നുള്ളതും, അത് ഞങ്ങൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോയി, ആ വേണ്ട സ്ഥലത്ത് എവിടെയൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം, അപ്ലിഫ്റ്റ് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയെന്നുള്ളതും കൂടി ശ്വേതയുടെ ഭാഗ്യങ്ങളിലൊന്നാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഗുരുവിന്റെ അടുത്ത് മാത്രമാണല്ലോ നമുക്കൊരു ഇത് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള കിട്ടുമ്പോൾ ആ ഗുരു പറഞ്ഞു കൊടുക്കുന്ന ആ വഴിയിലൂടെയല്ലേ കുട്ടികൾ പോകുന്നു. ഇപ്പൊ നിങ്ങൾ പാരന്റും ഗൈഡൻറ്റും ടീച്ചറും ആണ്, എല്ലാം കൂടിയുള്ള ഒരു സപ്പോർട്ട്. ഇല്ല, പേരൻസിന് കൊണ്ടുപോകാൻ തയ്യാറാണെങ്കിൽ അത് ഉറപ്പായിട്ടും ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കും, ഇന്നടത്ത് കോമ്പറ്റീഷൻ ഉണ്ട്, പോകാൻ തയ്യാറാണെങ്കിൽ പോവാം. അപ്പോൾ പേരൻസും കൂടെ അതിന് തയ്യാറാവണം. കാരണം വെച്ചാൽ ജോലി വിട്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ ലീവ് എടുത്ത് ഈ കുട്ടിയുടെ കൂടെ പോവാൻ അതൊക്കെ തയ്യാറാവേണ്ട ഒരു ഭാഗം തന്നെയാണ്. അത് എന്തായാലും ഗുരുക്കന്മാർ പറയും ഇന്ന സ്ഥലത്ത് കോമ്പറ്റീഷൻ ഉണ്ട്, പോവാൻ തയ്യാറുണ്ടെങ്കിൽ ആ കുട്ടികളോട് പറയും. വേണം, അത് ഉറപ്പാണ്, അത് ഉറപ്പാണ്. ഇല്ല, അവരുടെ കൂടെ എന്തായാലും പേരന്റ് വേണമല്ലോ. അപ്പൊ പേരന്റ് അതിനും കൂടെ തയ്യാറായിരിക്കണം കൃത്യമായിട്ട്. അത് മാത്രമല്ല, നമ്മളുടെ കുട്ടിയുടെ ഗ്രേഡ് എന്താ, സ്റ്റാൻഡേർഡ് എന്താ, അതിനനുസരിച്ചുള്ള പ്ലാറ്റ്ഫോമുകൾ ചോയ്സ് തിരഞ്ഞെടുക്കുന്നതിലുള്ള മികവാണ് ശരിക്ക് കുട്ടികളുടെ കഴിവുകളിലും മുകളിലേക്ക് എത്തിക്കണം.
കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ടെന്നിട്ട് കാര്യമില്ല. നമ്മളുടെ കുട്ടിക്ക് പറ്റിയതാണോ, അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്താ, ഗ്രേഡ് എന്താ എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ കൊണ്ടുപോകണം. ഇപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല, കുറച്ചും കൂടി മുകളിലേക്ക് കൊണ്ടുപോകാം. അതും കൂടി തിരിച്ചറിഞ്ഞാലാണ്, തിരിച്ചറിവ് ഒരു വലിയ പ്രധാന ഘടകം തന്നെയാണ്. എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് അതെന്ത് ഭാഗ്യത്തിന് നമ്മളുടെ റിസർച്ചും അല്ലെങ്കിൽ ഒബ്സർവേഷനും നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരു സ്റ്റേജ് കാണുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ അതെ, എക്സ്പീരിയൻസ് ഒരു വലിയ ഘടകം തന്നെയാണ്. ഹൈദരാബാദിലൊക്കെ പോയപ്പോൾ എത്ര ക്യാമറ ഉണ്ടെന്നുള്ളത് അവളോട് ചോദിക്കുമ്പോൾ തന്നെ അവൾക്ക് പറയാൻ പറ്റും. ആ ഈ ടിവിയുടെ ഒരു വലിയ ഷോ ആയിരുന്നു തെലുങ്കിൽ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ ഫസ്റ്റ് ഇതിൽ പോയി കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചത് എത്ര ക്യാമറ ഉണ്ട്, അപ്പോൾ അവള് 7-8 ക്യാമറ ഉണ്ടെന്നു. അപ്പോൾ ശരിക്കും അവൾക്ക് അത് ഒബ്സർവ് ചെയ്യാൻ പറ്റി. ഇത്ര ക്യാമറ ഉണ്ട്, എവിടെ എത്ര സമയം കൊണ്ട് അവളുടെ എക്സ്പ്രഷൻ ഈ 3-3.5 മിനിറ്റ് കൊണ്ട് കളിക്കുമ്പോൾ ഇന്ന എക്സ്പ്രഷൻ എവിടെ വരണം എന്നൊക്കെ നമുക്ക് ഉണ്ടാവുന്ന ഒരു പരിചയമാണ്. ഇന്ന എക്സ്പ്രഷൻ ഇന്ന ക്യാമറയിൽ, ഇന്ന എക്സ്പ്രഷൻ മറ്റേ ക്യാമറ ക്യാച്ച് ചെയ്യണം എന്നുള്ളത് മനസ്സിലാവണത് അത് അവളുടെ ഉള്ളിൽ കിടക്കുന്നതാണ്. പക്ഷെ അത് എങ്ങനെ എക്സ്പോസ് ചെയ്യാന്നുള്ളത് അവൾക്ക് മനസ്സിലാവുന്നത് എക്സ്പീരിയൻസ് കൊണ്ടാണ്. കാരണം അപ്പോഴേക്കും അവള് 10-ാമത്തെ ഷോ ആണത്. അപ്പൊ ഈ ഷോകളുടെ പരിചയം, ആ പരിചയവും എക്സ്പീരിയൻസും ഒക്കെ ഗുണം ചെയ്യുന്നുണ്ടാവും. കേരളത്തിൽ ചെയ്തത് ഞങ്ങള് കമ്പൽസറി ആയിട്ട് അമ്മമാർ വേണം. കാര്യം 17 വയസ്സ് വരെ പാരൻസ് സപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. കേരളത്തിലെ അമ്മമാർ കൂടുതൽ വേണമെന്നാണ്, കൂടെ വേണമെന്നുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ സോണിയുടെ ഇതിലൊക്കെ പോയപ്പോൾ 17 വയസ്സായില്ലാത്തതുകൊണ്ട് പേരൻസ് ആരെങ്കിലും കൂടെ വേണമെന്നുണ്ടായിരുന്നു, അച്ഛനോ അമ്മയോ. അതിനുള്ള എല്ലാ അക്കോമഡേഷനും അവർ തരുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ തനിച്ച് പിന്നെ പേരൻസ് അലൗഡേ ഇല്ല. വിളിച്ചിരുന്നു സോണി ചാനലിൽ. അത് ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ തന്നെയാണ്. ഭയങ്കര ഒരു അഹങ്കാരം തോന്നും. എന്റെ മോള് പിള്ളേരുടെ ഇതില് നമ്മളെ തിരിച്ചറിയാന്ന് പറയണത് ഭയങ്കര ഒരു എന്താ പറയാ, നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു സന്തോഷവും ആൾക്കാർ പറയുമ്പോൾ. നമ്മുടെ നെയ്ബർ കുട്ടിയെ നമ്മള് കുറച്ചൊന്ന് നന്നായി കഴിഞ്ഞാൽ അത് എന്റെ അടുത്തുള്ള കുട്ടിയാണ് എത്ര ആൾക്കാരോട് പറയും, നമുക്കറിയുന്ന അത്. പിന്നെ അമ്മേന്റെ കാര്യം പറയണ്ടല്ലോ അല്ലെ. ടീച്ചർ ഇപ്പം ക്ലാസിക്കൽ ഡാൻസിലാണ് ഗുരുവായിട്ട് വന്നത്. ഇവള് പിന്നെ ആ സമയത്ത് ഈ വെസ്റ്റേൺ ഡാൻസ് എങ്ങനെയാണ് അതിലേക്കൊരു ഇതിലേക്ക് പോയത്? അതിപ്പോ ചെറുപ്പത്തിൽ തന്നെ 2ാം ക്ലാസ് ആയപ്പോൾ തന്നെ അവർക്ക് അതിന്റെ ഗുരു വേറെ ഒരു സാറാണ് അവിടെ. കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ക്ലാസിക്കൽ പഠിക്കുമ്പോൾ മറ്റുള്ള വെസ്റ്റേൺ പഠിക്കാൻ പാടില്ല, ബോഡി അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, അവർക്ക് ഫ്ലെക്സിബിലിറ്റി വേണം, അപ്പോഴേ അവർക്ക് എല്ലാ ഫോമും ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം എല്ലാം ഭരതനാട്യം പോലെ തന്നെയല്ല മോഹിനിയാട്ടം ചെയ്യുന്നത്, മോഹിനിയാട്ടം പോലെ തന്നെയല്ല ഫോക്ക് ചെയ്യണം. എല്ലാത്തിനും ഒരു ബോഡി ലാംഗ്വേജ് വ്യത്യസ്തമാണ്. എന്നൊക്കെ ഭയങ്കര സന്തോഷമല്ലേ, പുതിയതായിട്ടൊരു എൻ്റെ മോളായിട്ട് പുതിയതായിട്ടൊരു ഫോം കൊണ്ടുവരാന്ന് പറയണത് എനിക്ക് ഭയങ്കര സന്തോഷമല്ലേ. പിന്നെ അതിനൊരു കാരണം ആവാനും ഞാൻ ഒരു ഭാഗമായി എന്നുള്ളത് ഭയങ്കര സന്തോഷം. ഏട്ടന്റെ സഹായം നല്ലോണം സേതയ്ക്ക്. അപ്പൊ അതും കൂടി ഏട്ടൻ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണം. അവനാണ് എഡിറ്റ് ചെയ്യണതും പാട്ടുകൾ എഡിറ്റ് ചെയ്യണതും. വളരെ ചെറുപ്പം മുതൽ ഇവളുടെ കരിയറിൽ ഒരു ബാക്ക് ബോൺ ആയിരുന്നു അവൻ. അതായത് പാട്ടുകൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുക, പിന്നെ പലപ്പോഴും തീമൊക്കെ ആണെങ്കിൽ ഇവർ അതായത് ശ്വേതയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്ന ഒരു ഡിസ്കഷൻ നടക്കുന്നത് പലപ്പോഴും ചേട്ടനായിട്ട് നടക്കുമ്പോഴാണ്, ഡിസ്കഷൻ നടത്തുമ്പോഴാണ്. ആ വേവ് ലെങ്ത്തിൽ അവർ രണ്ടുപേരും ഒരേപോലെ പോകുന്നത് കൊണ്ട് ഒരു മുതിർന്ന ചേട്ടൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് ഒരുപാട് സഹായങ്ങളും ശരിക്കും അവൻ്റെ പല ത്യാഗങ്ങളാണ് അവളുടെ കരിയറിൽ നേട്ടങ്ങളായത്. ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. നർത്തകി മാത്രമല്ല ശ്വേതാ വാര്യർ എന്ന നർത്തകിയെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. ശ്വേതാ വാര്യർ എന്ന കൊറിയോഗ്രാഫറെ പറ്റിയും ബോളിവുഡിലെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ नंदी नमस्कार. पाणी भरायला गेले मी, हंड्यावर ठेवला हंडा. पाणी भरायला गेले मी, हंड्यावर ठेवला हंडा आणि समोर बघते तर काय दिसला मला गोविंदा.